ഹായ് ഹലോ കുറേ ദിവസത്തിന് ശേഷം എൻ്റെ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ രാവിലെ ഇത് ഞായറാഴ്ച രാവിലെയാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റു. ഇപ്പോഴല്ല എഴുന്നേക്കണത്, ഞാൻ കുറച്ച് നേരം എഴുന്നേറ്റിട്ട് പിള്ളേരെ ഞാൻ കാറ്റീസത്തിനൊക്കെ പറഞ്ഞയച്ചു. ഇനി എനിക്ക് കുർബാനയ്ക്ക് പോകണം. ഞങ്ങൾ 3 പേരും കൂടി ഉണ്ടിനി. അപ്പോൾ അവർ രണ്ടുപേരും ലൂക്കയും ചേട്ടനൊക്കെ കിടക്കുവാണ്. അപ്പം ഞാൻ എഴുന്നേറ്റ് പതിവ് പോലെ ഒന്ന് റിലാക്സ് ചെയ്ത് ചായ കുടിക്കാമെന്നൊക്കെ വിചാരിച്ച്. എല്ലാ ദിവസവും എപ്പോഴും തിരക്ക് തന്നെയാണ്. ചില സൺഡേയ്സിൽ മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്കിങ്ങനെ രാവിലെ എണീക്കുമ്പോൾ റെസ്റ്റ് കിട്ടണ ദിവസം. അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ലാത്തൊരു ഞായറാഴ്ച തന്നെയാണിത്. സാധാരണ ഞായറാഴ്ച എന്തെങ്കിലും തലേദിവസമൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കും, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അടുപ്പിച്ചൊക്കെ വെക്കാറുണ്ട്. ഇന്ന് എന്തുണ്ടാക്കണം എന്ന് പോലും ഞാൻ ആലോചിച്ചിട്ടില്ല. ആലോചിക്കണോ വേണ്ടയോ എന്നൊക്കെ വിചാരിച്ച്, ഉണ്ടാക്കണോ വേണ്ടയോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ എന്തായാലും കുർബാന കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളെന്നൊക്കെ വിചാരിച്ച് സമാധാനത്തിലിരുന്ന് ചായ കുടിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് ഞാൻ കുറച്ച് ഇമോഷണലി വീക്കായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. അതിനിടയ്ക്ക് ഞാൻ കുറേ ഇരുന്ന് ചിന്തിച്ചു, നമ്മളെപ്പോഴും എല്ലാവരും ഉണ്ടാവില്ലല്ലോ നമ്മുടെ കൂടെ, എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ഒറ്റപ്പെടുമല്ലോ. ജീവിതത്തിൻ്റെ ഓരോരോ സമയങ്ങൾ നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയങ്ങളാണ് എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കണമായിരുന്നു. പള്ളിയിലത്തെ കഴിഞ്ഞ് വന്നു. ഞാൻ ഭൂരി ഉണ്ടാക്കാൻ വേണ്ടി ഭൂരി കുഴച്ച് വെച്ചു. ഞാൻ ആ പാത്രത്തിൽ കണ്ടത് ഒരു പാത്രം നിറയെ ബിരിയാണി ആയിരുന്നു ഇന്നലെ ഉണ്ടാക്കിയത്. അപ്പോൾ അവർക്ക് ആർക്കും ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ ഭൂരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഭൂരിക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ട്വിസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ആർക്കും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് ഞാൻ ഭൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഭൂരിയും പൊട്ടറ്റോ കറി ഉണ്ടാക്കാം, പിന്നെ മീൻ കറിയൊക്കെ ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊക്കെ ചൂടാക്കി എടുക്കാം. വൈകിട്ടൊരു പ്രോഗ്രാമും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കാര്യം ഇങ്ങനെയൊക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ച് ഞാൻ സമയമില്ലാത്തതുകൊണ്ട് എല്ലാം കൂടെ ഒരു ചട്ടിയിൽ തന്നെ ഇട്ട് വേവിച്ചിട്ട് ഇനി താളിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചത്. ഇത് സേമിയ പായസമാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മെൽറ്റ് ആവാനായിട്ട് അതും പുറത്തോട്ടെടുത്ത് വെച്ച് ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തി അല്ല, ഭൂരിക്ക് പരത്താൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ കുറേ ഭൂരിക്ക് അങ്ങ് പരത്തി വെച്ചിട്ടാ. കുറേ അത്യാവശ്യം നല്ല രീതിയിൽ ഭൂരി ഉണ്ടായേ. അപ്പോൾ ഞാൻ ഭൂരി ഉണ്ടാക്കുന്ന സമയത്ത് റോയിച്ചേട്ടന് വിശന്നിട്ട് സഹിക്കാൻ വയ്യ. റോയി ബിരിയാണി എടുത്ത് കഴിച്ച്. പിന്നെ വന്നപ്പോഴുള്ള കാഴ്ച എല്ലാവരും ബിരിയാണി കഴിക്കണം. അങ്ങനെ ഉണ്ടാക്കിയ ഭൂരി പൊട്ടറ്റോ കറിയൊക്കെ വേസ്റ്റായി. ഞാൻ അതാണ് കഴിച്ചേട്ടാ. എനിക്ക് ബിരിയാണി വേണ്ട, എനിക്കത് കഴിക്കാൻ തോന്നുന്നുണ്ടായില്ല. എൻ്റെ പൊട്ടറ്റോ കറി ചട്ടിക്കണം തിളക്കണം. ഇപ്പുറത്ത് ഭൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണതാണ് ഞാൻ. കണ്ടില്ലേ, കുറേ ഉണ്ട് ഭൂരി പരത്തി വെച്ചത്. ഒക്കെ ആരും കഴിച്ചില്ല കേട്ടോ. ഞാൻ ഒരാൾ മാത്രമേ ഇരുന്ന് കഴിച്ചുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ കാര്യങ്ങളിവിടെ ഉണ്ടായത്. വേസ്റ്റായി പോയ സമയം എന്നൊക്കെ തന്നെ പറയാം. അങ്ങനെ അയ്യോ, എൻ്റെ വീഡിയോ ഞാൻ കണ്ടില്ല കേട്ടോ ഗൈസ്, ഇങ്ങനെ ആയിപ്പോയത്. ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കണ സമയത്താണ് ഇതിങ്ങനെ കണ്ടത്. എന്തോ എനിക്കറിയില്ല, ക്യാമറ തിരിഞ്ഞു പോയതായിരിക്കാം. ഐ ഡോണ്ട് നോ. ഇത് എത്ര നീളമൊന്നും എനിക്കറിയില്ല. കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ. ഫോൺ എടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ പൊട്ടറ്റോ കറിയും ഭൂരിയും ഞാൻ കഴിക്കണതാണ്. വൈകുന്നേരം ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം അങ്ങനെ പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം കിട്ടി. രാവിലെ ഉണ്ടായ ഒരു മൂഡ് സ്വിങ്സൊക്കെ ഒന്ന് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ഈ വോയിസ് ഓവർ കൊടുക്കണവരെ ഞാൻ ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്കറിയില്ല മൂഡ് ചേഞ്ച് ആവുമെന്ന്.